ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ചിലപ്പോൾ ഇത് കാണുന്ന കുറേ പേര് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതായത് ചിലപ്പോൾ ഭാര്യ ഭർത്താവൊക്കെ ആയിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇത് നല്ലതായിരിക്കുക പിരിഞ്ഞു പോയ ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സിനെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതിനും ചെയ്യാം, പക്ഷേ ഇത് ഈ ഒരു എക്സ് ബാക്കിനായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ, ഞാൻ പറയുന്നത് ചെറിയ പ്രോബ്ലം ആണെങ്കിലും വലിയ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ആവണമെന്നില്ല, ഇപ്പം നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിൽ ഓക്കെ, അവിടെ ഇരിക്കാം. ഇനി നിങ്ങൾക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ചെയർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിലത്തിരിക്കാനാണെങ്കിൽ നിലത്തിരിക്കാം, ബെഡിലിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ബെഡിലിരിക്കാം. നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സമയം ഉള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. അതായത് കുറച്ച് സമയം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും, കുറച്ച് നേരം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ സമയമുള്ള അതിനനുസരിച്ച് എപ്പോഴാണ്, ഇപ്പോൾ നിങ്ങൾക്ക് 10 മണിക്കാണ് ഇത് ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് കുറച്ച് സമയം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചെയ്യാം. ധൃതിയോട് കൂടിയിട്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. സാവധാനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ സമയം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു പ്ലേസിൽ നന്നായിട്ട് കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുക, ചിലപ്പോൾ കാല് താഴത്തേക്കിട്ട് ഇരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈ എന്ന് പറയുന്നത് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇനി നിങ്ങൾ നന്നായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സംശയങ്ങൾ ഒരുപാട് വരുന്നുണ്ടായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമോ, റിസൾട്ട് കിട്ടുമോ, ഇങ്ങനെ കുറേ പേടിയും ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനെ ഡിസേർവിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് അത് കൊണ്ടുവന്ന് തരും എന്നുള്ളത് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സംശയവും ടെൻഷനും ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കണ്ണുകളൊക്കെ പതിയെ അടയ്ക്കുക. പതിയെ അടച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കുറച്ചൊരു 4-5 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ശ്വാസം എടുത്ത് വിടുമ്പോഴും നിങ്ങൾ ആ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുന്ന അത്രയും സമയം അപ്പോഴൊക്കെ നിങ്ങളുടെ ബോഡി ഫുൾ റിലാക്സ് ആവുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മുഖം കൊണ്ടുവരിക. അതേപോലെ തന്നെ ഈ ഒരു ഇത്രയും നല്ലൊരു മൊമെൻറ്റ് നിങ്ങൾക്ക് തന്നതിന് പ്രപഞ്ചശക്തിയോട് നിങ്ങൾ മനസ്സിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും നല്ലൊരു നിമിഷമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അത്രയും വലിയ ഭാഗ്യവും അത്രയും നല്ലൊരു സമയമാണ് ഇതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രയും സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയം അവരുടെ മുഖവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിട്ടുള്ള കുറേ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസിൽ ഇരിക്കുകയാണ്. ഒരു മലയിലാണെങ്കിൽ, മലമുകളിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുന്നിൻ ചെരുവിലാണെങ്കിൽ അങ്ങനെ, ചുറ്റും നല്ല പച്ചപ്പും ഒക്കെയുള്ള, ചുറ്റും നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണ് എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. കുറേ മരങ്ങളൊക്കെ ചുറ്റും കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കുറേ പൂക്കളും ഒക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ചുറ്റും അങ്ങനെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട്. നല്ല മനോഹരമായി നല്ല രസമുള്ള കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. അതായത് നിങ്ങൾ അവിടെ ധ്യാനിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ, അതേപോലെ നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വലത് കയ്യിലായിട്ട് ഒരു വെള്ളിയുടെ നൂല് ബന്ധിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത് കയ്യിലാണ് ആ ഒരു നൂലിൻ്റെ ഒരു വെള്ളി നൂല് ബന്ധിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വലത് കൈയിലാണ്. അപ്പോൾ അതിങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു നൂലിൻ്റെ ഒരറ്റം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അതായത് ആ ഒരു നൂലിൻ്റെ ഒരറ്റം ഇങ്ങനെ ആകാശത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മേഘങ്ങളുടെ ഇടയിലൂടെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ നൂലുകൾ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ ആ നൂല് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ
അവരുടെ വീടും ആ വീടിന്റെ പുറത്ത് അവരിയ്ക്കുന്നതും ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ നൂല് അങ്ങനെ പോയിട്ട് അവരിലേക്ക് എത്തുകയാണ്. അവരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നേരെ നൂല് ചെന്നിട്ട് അവരുടെ കൈ അത് ബന്ധിക്കുകയാണ്. അതായത് കയ്യിലൊരു വിരല് അത് ബന്ധിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഇരിക്കുന്നത് പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വലത് കൈയിലും, സ്ത്രീ ആണെങ്കിൽ ഇടത് കൈയിലുമാണ് ഈ ഒരു നൂല് ബന്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നൂല് ബന്ധിച്ച ശേഷം നൂല് വീണ്ടും ആകാശത്തേക്ക് ഉയരുകയാണ്. അങ്ങനെ ഉയരുന്ന സമയത്ത് അവരെയും കൊണ്ടാണ് ആ നൂല് മുകളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് അവരും ആ മേഘങ്ങൾക്കിടയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ആ ഒരു നൂല് അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ ധ്യാനിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വെള്ളി നൂല് ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവരെത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പോൾ അവർ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് ഭാഗത്ത് നിൽക്കണം. അതേപോലെ അവരൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഇടത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ണുകളൊക്കെ തുറന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കണ്ണ് തുറക്കണം എന്നല്ല, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുകയാണ്. ആ ഒരു സമയം നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ളൊരു സമയമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. സോറി പറയുന്നതായിട്ട് ചിന്തിക്കുക. അതായത് അവർ നിങ്ങളോട് പറയുകയാണ്, ഇത്രയും നാൾ ഇങ്ങനെ ചെയ്തതിന് സോറി, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ എപ്പോഴും നീ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളും അതേപോലെ അവരോട് തിരിച്ചു പറയുന്നതായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇനി രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആകാശത്തേക്ക് നോക്കുന്നതും ഇത്രയും നല്ലൊരു നിമിഷം നിങ്ങൾക്ക് തന്നതിന്, നിങ്ങളെ ഒരുമിപ്പിച്ചതിന് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അതായത് രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് നന്ദി പറയാണ്. ആ ഒരു സമയത്ത് പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും നല്ല ഭംഗിയിൽ പൂമഴ പെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ വീട്ടുകാരൊക്കെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ അമ്മ, അച്ഛൻ, ഫാമിലി ഫുള്ള് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് അവരൊക്കെ നിങ്ങളെ കൺഗ്രാറ്റ്സ് പറയുകയാണ്. അതായത് നിങ്ങളോട് അഭിനന്ദനം അറിയിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ചതിന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള സന്തോഷം മുഴുവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, അതേപോലെ രണ്ടുപേരും ഒരുമിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്നു. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, രണ്ടുപേരും ഒരുമിച്ചുകൊണ്ട് കൈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് രണ്ടുപേരും പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. അതേപോലെ അവരും ഇങ്ങോട്ട് തിരിച്ചു പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ പതിയെ ഇങ്ങനെ കണ്ണുകളൊക്കെ അടച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ണുകളൊക്കെ അടച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് നിങ്ങളുടെ ആ ഒരു ശ്വാസത്തിൽ നിങ്ങളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ദെൻ നിങ്ങളുടെ ബോഡി ഫുൾ റിലാക്സ് ആവുന്നതായിട്ട് വീണ്ടും നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഇത്രയും നല്ലൊരു മൊമെന്റ് തന്നതിന് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ സമയമെടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. അതായത് വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ മെല്ലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ 5 ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. 5 ദിവസത്തിൽ ഓരോ ദിവസവും 2-3 പ്രാവശ്യം ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ എനിക്ക് ഒന്ന് നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തും രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. അതേപോലെ ഇനി അതിന് കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ചെയ്യുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടിൽ നിവർത്തി വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം അത്ര ഡീപ്പായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്, അത്രയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് വരും, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം അവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ തന്നെ മുൻകൈ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ള ചിലപ്പോൾ ഇത് വലിയ രീതിയിലൊന്നും അറിയാൻ സാധ്യതയില്ല. അതായത് ആർക്കും വലിയ രീതിയിൽ ആളുകൾക്കൊന്നും അറിയാനുള്ള സാധ്യതയില്ല ഈ ഒരു മെത്തേഡ്. അങ്ങനെ അറിയുന്ന ആളുകളാണ്, ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങളിത് ചെയ്ത് നോക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്